നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ആപ്പിൾ വെച്ചൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫുഡ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ആഹാരമായി കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു അരക്കപ്പിനടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 5-10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഓട്സ് വേകാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ പോകുന്നത് ബദാം മിൽക്ക് വെച്ചിട്ടാണ്. ഇനി ബദാം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന് പകരം നമുക്ക് അരക്കപ്പ് പാല് നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ച ബദാമാണ്. ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം വെള്ളമില്ലാതെ ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മൊത്തം 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ബദാം പാൽ റെഡിയാക്കിയിട്ടുണ്ട്. അല്പം വെള്ളം ജാറിൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ദയവായി ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി ആ വെന്ത് കുതിർന്നിരിക്കുന്ന ഓട്സും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ആപ്പിൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ബാക്കി മൊത്തം ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ 5-6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റ് മധുരമേ ഉള്ളൂ ഈ സ്മൂത്തിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി തേനിന് പകരം നമുക്ക് ആവശ്യമുള്ള മധുരം അനുസരിച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഒരു ആപ്പിൾ പീസ് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വിതറി കൊടുക്കാം. നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം തേനും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്